ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഏകദേശം ഒരു വർഷമായിട്ട് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാണ് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ കോമ്പോസിറ്റ് ഗേർഡർ സ്ഥാപിക്കുക എന്നുള്ളത്. ഇന്ന് 2025 ഡിസംബർ 16 ചൊവ്വാഴ്ചയാണ്. 2 റീച്ചുകളാണ് KNRCന് മലപ്പുറം ജില്ലയിലുള്ളത്. അതിൽ രണ്ടാമത്തെ റീച്ചിലാണ് റെയിൽവേ മേൽപ്പാലം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജനങ്ങൾ മുഴുവൻ ഇത്ര ആകാംക്ഷയോടെ ഇത് കാത്തിരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 തുടക്ക മാസം ജനുവരിയിൽ ഇതിൻ്റെ ലോഞ്ചിങ് വെച്ചതാണ്. ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറച്ച് ടെക്നിക്കൽ എറർ വന്നു. അതുകൊണ്ടാണ് അന്ന് അത് സ്ഥാപിക്കാൻ സാധിച്ചില്ല. പിന്നീട് വീണ്ടും ഒരു അറ്റംപ്റ്റ് നടന്നു. പക്ഷെ അന്നും സംഭവിച്ചില്ല. ഇപ്പോൾ ലാസ്റ്റ് ഏകദേശം ഒരു 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇവർ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 800 ടൺ ഭാരമാണ് ഈ സ്റ്റീൽ കോമ്പോസിറ്റ് ഗേർഡറിന് വരുന്നത്. ഇത് സ്റ്റീൽ കോമ്പോസിറ്റ് ഗേർഡർ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഷേപ്പിലാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഡക്ക് ഷീറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റീൽ ബൈൻഡിങ് ചെയ്തിട്ട് കോൺക്രീറ്റിംഗ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ടാറിങ് വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി കൊണ്ടാണ് ഇതിന് കോമ്പോസിറ്റ് ഗേർഡർ എന്ന് പറയുന്നത്. എന്തായാലും വർക്കുകളെല്ലാം നല്ല വേഗതയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 8 മണിക്ക് തന്നെ ഇവർ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെറിയ തോതിൽ ഹൈഡ്രോളിക് മെഷീൻ വെച്ചിട്ടാണ് ഇതിങ്ങനെ നീക്കി കൊണ്ടുവരുന്നത്. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ടോയ് ട്രെയിൻ ഇല്ലേ, ആ ട്രെയിൻ പോകുന്നുണ്ടോ നിങ്ങൾ, അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഗ്രിപ്പുകൾ കൊടുത്തിട്ടാണ് ഇതിങ്ങനെ ഹൈഡ്രോളിക് മെഷീൻ വെച്ചിട്ട് തള്ളി മുന്നോട്ട് കൊണ്ടുവരുന്നത്. നല്ല ഫോഴ്സിലൊന്നും ഇത് തള്ളാൻ പറ്റില്ല കേട്ടോ. വളരെ സ്ലോയിലാണ് ഇത് തള്ളിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പഴയ പാലം ഇവിടെ നിലനിർത്തിക്കുക തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ടാണ് 3 വരി പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത്. 63.7 മീറ്റർ ആണ് ഈ സ്റ്റീൽ കോമ്പോസിറ്റ് ഗേർഡറിന് വരുന്നത്. അതുപോലെ തന്നെ 16 മീറ്റർ വീതിയാണ് ഇതിൻ്റെ ഉൾഭാഗവും. 2 ഭാഗത്തും നടപ്പാതയുമുണ്ട്. ഇത് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിന്ന സമയത്ത് രാത്രിയാണ് ടൈം കിട്ടിയത്. അന്ന് രാത്രിയുള്ള എല്ലാ ട്രെയിനുകളും നിർത്തിവെച്ചിട്ട് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഒക്കെ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്തിട്ടാണ് അന്ന് ഇതിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു സൈഡിൽ മാത്രമേ റെയിൽ ഗതാഗതം നിരോധിച്ചിട്ടുള്ളൂ. മറുഭാഗത്ത് കൂടെ ട്രെയിനൊക്കെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ടൊന്നും ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതിൻ്റെ ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല വേഗതയിൽ തന്നെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കിയാൽ നിങ്ങൾ അതിൻ്റെ ആ റെയിലിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ കോമ്പോസിറ്റ് ഗേർഡർ വഹിച്ചുള്ള ട്രോളിയാണ് ആ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. ഞാൻ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവിടെ മാത്രമല്ല ഇതുപോലുള്ള സ്റ്റീൽ കോമ്പോസിറ്റ് ഗേർഡർ ഉള്ളത്. ഒന്ന് കോഴിക്കോട് വടകര അടുത്ത് ചോറോട് ഭാഗത്തുണ്ട്. പിന്നെ നമ്മളെ എടപ്പള്ളി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അവിടെ ഇതേമാതിരി സ്റ്റീൽ കോമ്പോസിറ്റ് ഗേർഡർ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും വെച്ചിട്ടില്ല. പിന്നെ കൊല്ലത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ റെയിൽവേൻ്റെ അനുമതി കിട്ടിയിരിക്കണം. ഇത് പയ്യെ അങ്ങനെ തള്ളി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കട്ടോ. ഇത് നേരെ വന്ന് അപ്പുറത്ത് കണ്ടിട്ടുണ്ട് നിങ്ങൾ, അത് ജോയിൻ്റ് ആകണം. എന്നാൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാൻ സാധിക്കുള്ളൂ. അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള വർക്ക് തന്നെയാണ്. കറക്റ്റായിട്ട് റെയിലിൻ്റെ മുകൾ ഭാഗത്തൂടെ ഇത് നീക്കുക തന്നെ വേണം. ഞാൻ ഏകദേശം 9 മണിക്കാണ് ഇവിടെ വന്നിട്ട്. 8 മണിക്ക് തന്നെ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. വളരെ പതുക്കെയാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 11 മണി 11:30 ആയപ്പോഴാണ് ഏകദേശം പകുതിയോളം ഭാഗം കവർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഇത് വെക്കുന്ന സമയത്തുണ്ടല്ലോ കണ്ടമാനം ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വലിയ ആൾക്കാരൊന്നുമില്ല. കുറച്ച് ആളുകളുണ്ടായിരുന്നു. പക്ഷേ രാവിലെ മാത്രമേ പോലീസുകാരുണ്ടായിരുന്നുള്ളൂ. മുകൾ ഭാഗത്ത് ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ മാറി. എന്തായാലും നല്ല രീതിയിൽ തന്നെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ദേശീയപാത 66 പണികളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പണികളെല്ലാം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആകെ ഒരു സ്ഥലത്ത് മാത്രമേ പണി പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ, നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ. ബാക്കി എല്ലാ സ്ഥലത്തും പണികൾ ഫിനിഷ് ചെയ്തിട്ട് ജനങ്ങൾ 6 വരിപ്പാതയിൽ കൂടെ കുതിക്കാൻ വേണ്ടി തയ്യാറാവുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളെ കൂരിയാട് ഒരു അപകടം സംഭവിച്ചത്. അത് പിന്നെയും പെൻഡിങ് ആയി. ഇപ്പോൾ അവിടെ എന്തായാലും വയഡക്റ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ലോഞ്ചിങ് ഒക്കെ നടന്നിട്ടുണ്ട്. ഏകദേശം 10ഓളം ഗേർഡറുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പണിയോടും കഴിഞ്ഞാൽ ഇവിടെ മലപ്പുറം ജില്ലയിലത്തെ പണികൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ അതാ ഈ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണികളും അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കോമ്പോസിറ്റ് ഗേർഡറിൻ്റെ അറ്റം നമ്മളെ മറുകര എന്ന് വെച്ചാൽ മറുഭാഗം മുട്ടാനായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ചെറിയ തോതിലാണെങ്കിലും നല്ല വേഗതയിൽ തന്നെ പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 10 മുതൽ ഏകദേശം 3-3:30 കൂടിയിട്ട് ഈ പണികൾ പൂർത്തിയാക്കുമെന്നാണ് ഇവർ കരുതിയിരുന്നത്. പക്ഷേ പണികൾ ഞാൻ പറയില്ല, ഈ കോമ്പോസിറ്റ് ഗേർഡർ വളരെ പതുക്കെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹൈഡ്രോളിക് ജാക്കി വെച്ചിട്ടാണ് ഇത്
പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം ഇവിടെ എത്തിയത് കേട്ടോ. ഇത് കുറച്ചും കൂടി അങ്ങോട്ട് കയറ്റി വെക്കാനുള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം എന്തായാലും സമ്മതിച്ചു. കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള വർക്കേഴ്സ് അത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് പണികൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിനു മുൻപ് നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്റ്റിൻ്റെ വർക്ക് കണ്ടിരിക്കണോ? ഈ വയഡക്റ്റിൽ ഉള്ള പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ലോഞ്ചിങ് ഒരു സംഭവം തന്നെയായിരുന്നു. ഏകദേശം 32 മീറ്ററോളം ഉയരമുള്ള പീറുകളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ലോഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ടീം വർക്ക് തന്നെയായിരുന്നു. കാരണം താഴത്ത് കുറച്ച് ആളുകൾ, മുകൾ ഭാഗത്ത് കുറച്ച് ആളുകൾ, പിന്നെ അതുപോലെ തന്നെ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളും ഇവരൊക്കെ കറക്റ്റായിട്ട് വാക്കി ടോക്കിയിൽ കൂടെ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടാണ് കറക്റ്റായിട്ട് അലൈൻമെൻ്റ് ഒക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ലോഞ്ചിങ് ചെയ്തിരിക്കുന്നത്. അതേ സംവിധാനം തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും വലിയൊരു ടീം വർക്ക് തന്നെയാണ് ഇത് പൂർണ്ണമായിട്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ റെയിൽവേ ട്രാക്കിൻ്റെ മുകൾ ഭാഗത്ത് കറക്റ്റായിട്ട് ഈ സ്റ്റീൽ കോമ്പോസിറ്റ് ഗർഡർ വരും കേട്ടോ. അതിൻ്റെ മുൻഭാഗത്ത് വെച്ചിരിക്കുന്ന ആ സ്റ്റീലിൻ്റെ റോഡുകളുണ്ടല്ലോ, അതൊക്കെ പൂർണ്ണമായിട്ട് അഴിച്ചു മാറ്റുന്നതാണ്. ഏകദേശം വൈകുന്നേരമായിട്ടോ. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പോസിറ്റ് ഗർഡറിൻ്റെ മുൻഭാഗത്ത് തള്ളി നിൽക്കുന്ന ആ സ്റ്റീൽ റോഡുകൾ അത് കറക്റ്റായിട്ട് ആ റെയിലിൻ്റെ മുകൾ ഭാഗത്ത് കയറുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് കട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇത് ലോഞ്ച് ചെയ്ത സമയം മുതൽ ഏകദേശം 11:30-12 മണി വരെ നല്ല സ്മൂത്ത് ആയിട്ടാണ് വർക്ക് നടന്നിട്ടത്. ഈ അറ്റം മുട്ടിയപ്പോഴാണ് ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായത്. എന്തായാലും ഇന്ന് രാത്രിയോട് കൂടിയിട്ട് അവരത് സ്ഥാപിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും 2 പ്രാവശ്യം ഇവരിത് ലോഞ്ചിങ്ങിന് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്രാവശ്യം ഇത് സ്ഥാപിക്കട്ടെ. ഞാൻ ഏകദേശം ഒരു 6:30 ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. അതുവരെയുള്ള വർക്കുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം മുതൽ നമ്മളെ പള്ളിപ്പടി താലൂക്ക് ആശുപത്രിയിലുള്ള ഓവർപാസ് ഉണ്ട്, അവിടം വരെ നല്ല രീതിയിൽ വർക്കുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു സൈഡ് പൂർണ്ണമായിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട്, മറുഭാഗം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗം ഉണ്ടല്ലോ, നിങ്ങൾ ഈ ഇടതുഭാഗത്ത് കണ്ട നിങ്ങൾ ഇവിടെയൊക്കെ വലിയ പാറ ഉണ്ടായിരുന്നുണ്ട്. ആ പാറയൊക്കെ പൂർണ്ണമായിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ട് 3 വരിപ്പാതയുടെ വീതിയിലുള്ള വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. അവിടെ BCൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി BMൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. ക്രാഷ് ബാരൻ്റെ വർക്ക് നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ സർവീസ് റോഡിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് റാമ്പ് ഉണ്ട്, ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു കണ്ടമാനം പഴയ വാഹനങ്ങളൊക്കെ പിടിച്ചിട്ട സ്ഥലമാണ്, അതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട് 6 വരിപ്പാതയുടെ വർക്ക് വന്ന സമയത്ത്. എന്തായാലും 2 ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട്. പക്ഷെ പാലം എത്തുന്ന സമയത്ത് സർവീസ് റോഡ് അവിടെ തീരുന്നതാണ്, പാലത്തിനോട് ചേർന്നിട്ട് സർവീസ് റോഡ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിനോട് വന്ന വർക്കുകൾ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.